ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 21 ബുധനാഴ്ച. നവരാത്രിയും ദീപാവലിയും ദസറയുമടക്കം നിർണായക ആഘോഷങ്ങൾ വരാനിരിക്കവേ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് പ്രതിരോധത്തിൽ പലയിടത്തും പലരും വേണ്ടത്ര ജാഗ്രത പാലിക്കാത്ത അവസ്ഥയുണ്ടെന്നും ആഘോഷങ്ങളുടെ നാളുകൾ വരാനിരിക്കെ ജനങ്ങൾ കർശനമായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും പ്രധാനമന്ത്രി. ഉത്സവങ്ങളുടെ കാലത്ത് ജാഗ്രത കൈവിടരുത്, വൈറസ് ഇല്ലാതായിട്ടില്ല എന്ന് ഓർക്കണമെന്നും പ്രധാനമന്ത്രി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേരളത്തിൽ മാത്രമാണ് 4.5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുന്നതെന്നും സംഘടിത വോട്ട് ബാങ്കിനെ ഭയന്നാണ് സർക്കാർ നീക്കമെന്നും ഹൈക്കോടതി വിമർശിച്ചു. സാധാരണക്കാരെ പിഴിഞ്ഞ് സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഇക്കാര്യം തുറന്നു പറയാൻ ധൈര്യപ്പെടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി. രമേശ് ചെന്നിത്തല, കെ ബാബു, VS ശിവകുമാർ എന്നിവർക്കെതിരെ അന്വേഷണം വേണമെന്ന് പരാതിയിൽ പറയുന്നു. ആലപ്പുഴ സ്വദേശിയായ അഭിഭാഷകൻ സുഭാഷ് തീക്കാടനാണ് പരാതി നൽകിയത്. ബാംഗ്ലൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ബിനീഷ് കോടിയേരി. കഴിഞ്ഞ ദിവസം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ബിനീഷ് കോടിയേരി ഹാജരായില്ല. 53,091 സാമ്പിളുകൾ പരിശോധിച്ചതിൽ സംസ്ഥാനത്ത് ഇന്നലെ 6,591 പേർക്ക് കോവിഡ്-19. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,717 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 707 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 62 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,375 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കോവിഡ് രോഗികളുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. തൃശൂർ 896, കോഴിക്കോട് 806, മലപ്പുറം 786, എറണാകുളം 644, ആലപ്പുഴ 592, കൊല്ലം 569, കോട്ടയം 473, തിരുവനന്തപുരം 470, പാലക്കാട് 403, കണ്ണൂർ 400, പത്തനംതിട്ട 248, കാസർഗോഡ് 145, വയനാട് 87, ഇടുക്കി 72. കേരളത്തിൽ ഇന്നലെ 6 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 14 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 628ആയി. മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിതനായ ഹാരിസ് മരിച്ചത് ഹൃദയസ്പന്ദനം മൂലമാണെന്നും ചികിത്സയിലും പരിചരണത്തിലുമുണ്ടായ പിഴവ് മൂലമാണെന്ന ആരോപണം തെറ്റാണെന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ. ഇപ്പോൾ നടക്കുന്നത് തീർത്തും വ്യാജ പ്രചാരണങ്ങളാണെന്നും ആശുപത്രിയെ തകർക്കാനുള്ള സംഘടിത ശ്രമമാണിതെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ. പാലത്തായി കേസ് പുതിയ അന്വേഷണ സംഘം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണമെന്ന് കോടതി. നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റാൻ തയ്യാറാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കേസിലെ അന്വേഷണം തൃപ്തികരമല്ലെന്നും പുതിയ സംഘം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കുട്ടിയുടെ ബന്ധുക്കളാണ് കോടതിയെ സമീപിച്ചത്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാൻ കഴിയുന്ന തുകയുടെ പരിധി ഉയർത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ആലോചിച്ച് കേന്ദ്ര സർക്കാരാണ് പ്രചാരണ ചെലവിന്റെ പരിധി 10% ഉയർത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തെ മറികടക്കാൻ 3 കാർഷിക ബില്ലുകൾ പാസാക്കി പഞ്ചാബ് സർക്കാർ. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ കേന്ദ്ര നിയമത്തിനെതിരായ പ്രമേയവും സഭ പാസാക്കി. ഇതോടെ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ആദ്യ സംസ്ഥാനമായി പഞ്ചാബ് മാറി. കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥിന്റെ ഐറ്റം പരാമർശം നിർഭാഗ്യകരമായി പോയെന്ന് രാഹുൽ ഗാന്ധി. വ്യക്തിപരമായി അദ്ദേഹം ഉപയോഗിച്ച തരത്തിലുള്ള ഭാഷ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും
താൻ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കമൽനാഥ്. കോവിഡ് മൂലമുണ്ടാകുന്ന മരണനിരക്ക് കുറയ്ക്കുന്നതിൽ പ്ലാസ്മ തെറാപ്പി ഫലപ്രദമല്ലെന്ന അനുമാനത്തിൽ ICMR കോവിഡ്-19 വേണ്ടിയുള്ള ദേശീയ ആരോഗ്യ ക്ലിനിക്കൽ പ്രോട്ടോകോളിൽ നിന്ന് പ്ലാസ്മ തെറാപ്പി ഒഴിവാക്കാൻ ആലോചിക്കുന്നതായും ICMR. മാധ്യമലോകത്ത് കോളിളക്കം സൃഷ്ടിച്ച TRP റേറ്റിംഗ് തട്ടിപ്പ് കേസിൽ CBI അന്വേഷണം ഏറ്റെടുത്തു. കേസിൽ മുംബൈ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് CBIയുടെ വരവ്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ശുപാർശയിലാണ് കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം വോഡഫോൺ ഐഡിയ നെറ്റ്വർക്കുകൾ തകരാറിലായത് മണിക്കൂറുകളോളം. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഫൈബർ മുറിഞ്ഞതാണ് തകരാറിന് കാരണമായതെന്ന് കമ്പനി പറയുന്നു. പ്രശ്നം പരിഹരിച്ചുവെന്നും ഫൈബർ മുറിയാനുള്ള കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും വോഡഫോൺ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ബീഹാർ സെക്രട്ടേറിയറ്റിലും വൻ തീപിടുത്തം. നിരവധി ഫയലുകൾ കത്തിനശിച്ചു. ഗ്രാമവികസന വകുപ്പിന്റെ ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത്. NDA ഭരണകാലത്തെ അഴിമതികളുടെ തെളിവ് നശിപ്പിക്കാനുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് പ്രതിപക്ഷമായ RJD ആരോപിച്ചു. ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാരിന്റെ തുടർഭരണം കൂടുതൽ പേർ ആഗ്രഹിക്കുന്നില്ലെന്ന് അഭിപ്രായ സർവേ. 43% പേർ നിതീഷ് കുമാർ സർക്കാർ ഭരണത്തിനെ തുടരുന്നതിനെ എതിർക്കുന്നുവെന്ന് ലോക്നീതി CDS സർവേ. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കൊലക്കേസിൽ പ്രതിക്കും അഭിഭാഷകനുമെതിരെ കോടതി. കുറ്റകൃത്യം നടന്ന സമയത്ത് പ്രതിയും അഭിഭാഷകനും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതിന് രേഖകളുണ്ടെന്നും ഇത് വിചിത്രമാണെന്നും ഡൽഹി കോടതി. ഹെഡ് കോൺസ്റ്റബിൾ രത്തൻലാൽ കൊല്ലപ്പെട്ട കേസിലായിരുന്നു കോടതിയുടെ പരാമർശം. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. ഔറംഗാബാദിൽ RJDയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ തേജസ്വി യാദവിനെതിരെ ചെരിപ്പേറ്. കുടുംബമണ്ഡലത്തിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് RJD നേതാവിന് നേരെ സദസ്സിൽ നിന്നും ഒരാൾ ചെരിപ്പെറിഞ്ഞത്. കോവിഡ് വ്യാപനം ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്തി അയർലൻഡ്. രണ്ടാമതും ലോക്ഡൌണിൽ പ്രവേശിക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് അയർലൻഡ്. 6 ആഴ്ചത്തേക്കാണ് ലോക്ഡൌൺ. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ 714 മരണം. 54,404 പേർ കൂടി രോഗികളായി. ഇതുവരെ 1,15,950 പേർ മരിച്ചു. 76.49 ലക്ഷം പേരാണ് രോഗബാധിതരായത്. 7.39 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. 67.92 ലക്ഷം പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 213 കോവിഡ് മരണം. 8,151 പേർ രോഗബാധിതരായി. കർണാടകയിൽ 6,297 പേരും തമിഴ്നാട്ടിൽ 3,094 പേരും ആന്ധ്രയിൽ 3,503 പേരും പുതുതായി രോഗികളായി. ലോകത്ത് ഇന്നലെ കോവിഡ് ബാധിച്ച് 6,033 മരണം. 3,78,789 പേർ കൂടി രോഗികളായി. ഇതുവരെ 11,28,792 പേർ മരിക്കുകയും 4.10 കോടി പേർ രോഗബാധിതരാകുകയും ചെയ്തു. അമേരിക്കയിൽ ഇന്നലെ 831 പേരും ബ്രസീലിൽ 662 പേരും മരിച്ചു. ഫ്രാൻസിലും സ്പെയിനിലും ഇംഗ്ലണ്ടിലും രോഗവ്യാപനവും മരണസംഖ്യയും വീണ്ടും കൂടുന്നു. UAEയിൽ നിന്ന് ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് പൌരന്മാർക്ക് വിസ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ വൈറ്റ് ഹൌസിൽ വെച്ച് UAE ഇസ്രായേലുമായി സമാധാന കരാർ ഒപ്പുവച്ചിരുന്നു. ഡെമോക്രാറ്റിക് വൈസ് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി കമല ഹാരിസിനെ ദുർഗാദേവിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ചിത്രം ട്വീറ്റ് ചെയ്ത കമലയുടെ അനന്തരവൾ മീന ഹാരിസിനോട് ക്ഷമാപണം നടത്താൻ ആവശ്യപ്പെട്ട് USലെ ഹിന്ദു സംഘടനകൾ. ചിത്രം വിവാദമായതിനെ തുടർന്ന് മീന ട്വീറ്റ് നീക്കം ചെയ്തു. ഓപ്പണർ ശിഖർ ധവാൻ സെഞ്ചുറി നേടിയിട്ടും ഡൽഹിക്ക് തോൽവി. IPLൽ ടൂർണമെന്റിലെ കരുത്തരായ ഡൽഹി ക്യാപിറ്റൽസിനെ 5 വിക്കറ്റിന് തകർത്ത് പഞ്ചാബ് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി. 165 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 53 റൺസെടുത്ത നിക്കോളാസ് പുരന്റെ ബാറ്റിംഗ് മികവിലാണ് അനായാസ വിജയം സ്വന്തമാക്കിയത്. 1 ഓവർ ബാക്കി നിൽക്കെയാണ് പഞ്ചാബിന്റെ ജയം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ ഇരൽ തുമ്പിൽ.